ഇനി അതെങ്ങാനും നോക്കിയാൽ മറന്നുകൊണ്ടാണെങ്കിലും ഞങ്ങൾ ഓടിപ്പോയി നോക്കുമ്പോൾ എന്തുവാ അതൊന്നുമല്ല. അങ്ങനെ വന്ന് നോക്കുമ്പോ ഇവിടെ അവരുടെ പാൽക്കടിയിൽ ഇങ്ങനെ സിഗരറ്റ് പിടിച്ചിങ്ങനെ നിൽക്കുക. അപ്പൊ അവിടെ ജോലി തുണിയില്ലാതെ കിടക്കും. സിഗരറ്റ് വഴി ലഞ്ചാനൊക്കെ പറയുന്ന വലിച്ചു നടക്കാനായിരുന്നു അവിടെ ജോലി ഉള്ളത്. അവളായിട്ട് ആ മുക്കുമിന്റെ അമ്മയാണ് അഭിനയിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണ് അറിയത്തില്ല ഇത്ര രോഗം ഞാനും മുക്കുമും കൂടെ ജീവിക്കുന്നതിന്. അതിന് ആരാണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നാടകങ്ങൾ. മുക്കും അവിടെ പോയ മുക്കുമിന്റെ അമ്മ അവളായിട്ട് അഭിനയമാണ്. പല അഭിനയങ്ങളാണ്. മുക്കുമിന്റെ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേര് വേണം എന്നിട്ട് ഈ 2 പേര് മുറിക്കാന്നുണ്ടെങ്കിൽ അഭിനയമാണ് ഭയങ്കര. അതുപോലെ നമ്മളിവിടെ ഇരിക്കുമായിരിക്കും, പക്ഷേ ഇതിനപ്പുറത്തെ മുറിയിൽ ആരാണ്ട് ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇറങ്ങി പോകുന്നത് എന്നുള്ള ഡ്രാമകൾ, പല പല ഡ്രാമകളാണ് ഇവിടെ. എന്തൊക്കെ ഡ്രാമയാ ഇവിടെ. നമ്മൾ ഇതിനകത്ത് ഇരിക്കുമായിരിക്കും, പക്ഷെ നമ്മളിവിടെ ഇരുന്നാലും പടവും കഥ അടച്ചേച്ച് പോകുന്ന സൗണ്ടൊക്കെ കേൾപ്പിച്ചേച്ച് പോകുന്നിട്ട് ക്യാമറ എഡിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളാ പോയത് എങ്ങാണ്ട് പോവാണ്. എവിടാന്ന് നമുക്കറിയാം. ഇവിടെ തെറ്റന്മാരികളെ നമുക്കറിയാവോ? ഓരൊക്കെ ഡ്രാമ. അതുപോലെ മുക്കുമിന്റെ അച്ഛൻ വന്ന് കുറച്ച് ദിവസം മുക്കുമിന്റെ കൂടായിരുന്നു കിടപ്പ്. മുക്കുമിന്റെ അമ്മയുടെ കൂടല്ല കിടപ്പ്, മുക്കുമിന്റെ കൂടായിരുന്നു മുക്കുമിന്റെ അപ്പം വന്ന് കിടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളാ കിടക്കുന്നതെന്നുള്ളതാ ഡ്രാമ. എന്തെല്ലാം ഡ്രാമയെന്ന് വെച്ചാൽ ഏതോ ശുഭ്രാൻ കോംപ്ലക്സിലൊരു 106 അവൾ ഉണ്ടായിരുന്നു. അവള് തുണിയില്ലാതെ നടക്കുന്നവള്. അവളാ മുക്കുമിന്റെ കൂടെ കിടക്കുന്നതിനുള്ള രീതിയിലാ മുക്കുമിന്റെ മുക്കുമിന്റെ അച്ഛൻ വന്ന് മുക്കുമിന്റെ കൂടെ കിടക്കുക. മനസ്സിലായില്ലേ? രാത്രിയിൽ പുതിയ ഇതുവരെ ഇല്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴായിരുന്നു അങ്ങനെ കിടപ്പ് തുടങ്ങിയത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കിടപ്പ് തുടങ്ങി. കിടപ്പ് തുടങ്ങിയിട്ട് കഥ ഉണ്ടാക്കുന്നത് മുക്കുമിന്റെ കൂടെ, മുക്കുമും അവളും കൂടെ കിടക്കുന്ന ഇവിടെ എഡിറ്റ് ക്യാമറയിൽ ഇങ്ങനെയൊക്കെ കഥകൾ ഉണ്ടാക്കുന്നത്, ഡ്രാമകൾ. നാണോ മാനമില്ലാത്ത കഥകൾ. മുക്കുമിന് പൊട്ടന, മുക്കുമിനൊന്നും അറിയത്തില്ല. മുക്കുമിന്റെ അച്ഛനല്ലേ കൂടെ വന്ന് കിടക്കുന്നത്. മുക്കും കാണുന്ന മുക്കുമിന്റെ അച്ഛനേ ഇല്ല കൂടെ. എന്നെയും കാണിക്കുന്ന അച്ഛനാ കിടക്കുന്നത്. ഇതൊക്കെയാ ഡ്രാമകൾ. ഇപ്പൊ മുക്കുമിന്റെ അമ്മച്ചി ഇപ്പം അഭിനയിക്കുന്നത്. ഇതൊരു കഴിച്ചിയ പെൺപിള്ള ഇതുപോലെ അവളത്രേ ഉണ്ട്. ഇല്ലില്ല, ഞാൻ പുതിയ അറിവായിതൊക്കെ. ഞാനും നിങ്ങളുടെ അച്ഛൻ ഈ ഇടയ്ക്ക് മാത്രം എന്തുവാ ലീവിന് വന്നാൽ നിങ്ങളുടെ അമ്മയോടല്ലേ കിടക്കണ്ടേ? അങ്ങനെ കിടക്കാതെ മുക്കുമിന്റെ കൂടെ കിടക്കുന്നത് എന്തുവാ? ആണോ ഇല്ലല്ലോ തണുപ്പായതുകൊണ്ട് ആ മുറിക്കപ്പം ഞാൻ ചോദിച്ചത് വേറെ ആർക്കും ഇല്ലാത്ത തണുപ്പാണ് അവിടെ. നിങ്ങളുടെ അമ്മയൊക്കെ കിടക്കുന്നല്ലോ അതിനകത്ത്. തണുപ്പായതുകൊണ്ട് തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് കിടക്കുന്നത് ഇതിനകത്ത്. മുക്കുമിനോട് എങ്ങനെ പറയുന്നത്? തണുപ്പാ മുറിക്കപ്പം അതുകൊണ്ട് കിടക്കുന്നത്. വയസ്സ് ഒത്തിരി ഉണ്ട് ഇവർക്കൊക്കെ. കള്ളപ്പെട്ടിരിക്കുന്നതാണല്ലോ. പിന്നെ അതുപോലെ നേച്ചറാണ് നീച്ചറെന്നൊക്കെ ഓരോരുത്തരെ പറയുന്നത്. കണ്ടാലറിയാം കഞ്ഞി കുടിക്കാത്ത ഏതാണ്ട് ആർമിയിലെ അതൊക്കെ ഏറ്റവും താഴേക്കടയിലുള്ള ജോലിയൊക്കെ നടക്കുന്നത് നമ്മൾ. അതൊക്കെ കാണണം. ആർക്കാ ഒന്നും അറിയത്തില്ല. അയാൾ നേച്ചറൊന്നുമല്ല. അയാള് എന്തുവാ CSIF അതിലെങ്ങാണ്ട് ഏതാണ് ജോലിക്കാരൻ. എന്നാ മുക്കുമിനോട് പറയുന്നതല്ലേ മുക്കുമിനെ അറിയത്തുള്ളൂ. അയ്യോ, മുക്കുമിനോട് പറയുന്നതല്ലേ മുക്കുമിനെ അറിയത്തുള്ളൂ. അല്ലാതെ വല്ല മുക്കുമിനറിയാമോ? ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരാമിലിറ്ററി അല്ലയോ? പാരാമിലിറ്ററി അതങ്ങനെ ജോലി. ഈ നമ്മുടെ അവിടെ NTPC ഒക്കെ ഇല്ലേ? അവിടുത്തെ സെക്യൂരിറ്റി പാരാമിലിറ്ററി ആയിരിക്കും. അങ്ങനെയുള്ള സാധനങ്ങളുടെ
അങ്ങനെ സെക്യൂരിറ്റീസ് വേണ്ടിയില്ല PSIF ഒന്ന് CI ഏതാണ്ട് ആ എന്നിട്ട് സുബേദാറായിരുന്നു. അതെനിക്കറിയാം. ആ ആ ഇതങ്ങനൊന്നും അല്ലെന്ന് തോന്നുന്നു. ഏ ഏതാ ഏതാ ആ ആ ആ ആ ഭയങ്കര ഗ്രാമങ്ങളാ. അതുപോലെ എന്തുവാ മുരാരിലാല് ഒരു ദിവസം മുക്കുമ്മയെ വിളിച്ചിട്ട് ചോദിച്ചെന്തുവാ ഏതാണ്ട് അപ്പൊ മുക്കുമ്മ പറഞ്ഞ് ദീപയുടെ അമ്മയെക്കാട്ടി കൂടുതൽ എനിക്കാണ് ഇത് തരുന്നത്. അല്ല ഇപ്പൊ എല്ലാവരും വിളിച്ച് ചോദിക്കാൻ വേണ്ട ഇയാൾക്കെന്തിനാ ഇതൊക്കെ അറിയേണ്ട കാര്യം വാടകയ്ക്ക് താമസിക്കാൻ നിങ്ങളുടെ കാര്യമല്ല മുക്കുമിനോട് വിളിച്ച് എന്നെയും മുക്കുമിന്റെ ഏതാണ്ട് കാര്യം ഏതാണ്ട് അന്നേരം എന്നിട്ട് അയാൾ എനിക്കറിയാം നിങ്ങൾ എങ്ങനെയാ നിങ്ങൾക്ക് എത്രമാത്രം ഇതുണ്ടെന്നോ എല്ലാം എനിക്കറിയാം എന്നെല്ലാം പറഞ്ഞിട്ട് ഏതാണ്ട് അന്നേരം ഞാൻ ചോദിക്കുക നമ്മൾ താമസിക്കാൻ വരുന്ന അങ്ങേര് ഈ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന കാര്യം ഇയാൾക്ക് എന്തോ കാര്യം ഇങ്ങനെ ഇടപെടലാണ് ഇയാൾ ജോലി മുഴുവനും ഫോൺ വിളിക്കുക വലിക്കുക ഭയങ്കര ഡ്രാമയായിരുന്നു. എന്തായാലും ഡ്രാമയും കൊണ്ട് എന്തായാലും പരലോകം കൂട്ടി കാണാം. ആ പെണ്ണുപിള്ളാണ് താഴെ ഇവൻ ഇവിടെ